10 മണി എന്ന് പറഞ്ഞൊരു സമയമുണ്ടെങ്കിൽ നിങ്ങളെ മക്കൾ ഉറങ്ങിയിരിക്കണം, ഒരു തർക്കമില്ല കാര്യത്തിൽ. 6 മണി എന്ന് പറഞ്ഞൊരു 6 മണിയാകണ്ട, നിങ്ങൾ സുബഹ് ബാങ്ക് ആയിക്കോളി. ആ ബാങ്കിന് നിങ്ങളെ മക്കള് എഴുന്നേറ്റ് പ്രാർത്ഥിക്കട്ടെ, പിന്നെ ഉറങ്ങണ്ട. ഇതെന്തിനാ പറഞ്ഞതെന്നറിയോ? നിങ്ങൾ ഈ MDMA ഉപയോഗിച്ചാൽ, LSD ഉപയോഗിച്ചാൽ നമ്മളെ മക്കള് 48 മണിക്കൂർ ഉറങ്ങൂല. സന്തോഷത്തിന്റെ ദിവസങ്ങളായിരിക്കും. ബാപ്പേനോടും ഉമ്മയോടും പച്ചക്കറി മുറിച്ചേരും, പിടിയപ്പവും ചാണകം കൊണ്ടിടും. ഇതുപോലെ നിങ്ങൾക്ക് തങ്കു അങ്ങനെ പെട്ടെന്ന് ചാണകമെല്ലാം കൊണ്ടിടുന്നുണ്ട്, തൂട്ടിച്ചോളി. എന്തോ തകരാറതിനുണ്ട് എന്ന് മനസ്സിലാക്കണം നിങ്ങൾ. അതുകൊണ്ടാണ് പറഞ്ഞത് സന്ധ്യാസമയത്ത് വീട്ടിലെത്തിക്കണം. ഇത് ഉപയോഗിച്ച ചങ്ങായിക്ക് 10 മണിക്ക് ഉറങ്ങാൻ പറ്റുമോ? ഇല്ല. രാവിലെ എണീക്കാൻ പറ്റുമോ? ഇല്ല. ഇത് മനസ്സിലാക്കാനുള്ള പ്രാപ്തി വേണ്ടത്, വിവേകം വേണ്ടത് രക്ഷാകർത്താക്കൾക്കാണ്. രണ്ടാമത്തെ കാര്യം, ഈറ്റകൾ ഉറങ്ങുന്ന ശ്രദ്ധിക്കുക. കൃമി ഉറങ്ങുന്ന പോലെ ഈറ്റകൾ ഉറങ്ങും, എസ് പോലെ ഇങ്ങനെ പൊളച്ചിടും. അപ്പൊ ഓർമ്മിച്ചോ എന്തോ എന്ന് വിചാരിച്ചിട്ട് ഇന്ന് വയറ്റുന്നതിനായിട്ട് കുഞ്ഞൻ ഇങ്ങനെ എസ് പോലെ കിടന്നിക്കണ്ട. ചങ്ങായി പറഞ്ഞിക്ക് തങ്കു MDMA എന്ന് പറഞ്ഞാൽ അതിനെ കൊല്ലം നിൽക്കണ്ട, അന്തം വിട്ട് ഈറ്റകൾ അങ്ങളു. അതുകൊണ്ട് സൂക്ഷിച്ച് ഏടുന്നതും കിട്ടിയ സാധനം കൊണ്ട്. ഇനി രണ്ടാമത്തെ, ഭക്ഷണം കഴിക്കുന്ന രീതി. ഈ സാധനം ഉള്ളിൽ ചെന്നിട്ടുണ്ടെങ്കിൽ 48 മണിക്കൂർ ഈറ്റകൾ ഒന്നും തിന്നൂല, ഒരു വെള്ളവും കുടിക്കാൻ പറ്റൂല ഈറ്റക്ക്. ഇത് കഴിയുന്ന ഇതിന്റെ ഹാങ് ഓവർ കഴിയുന്നതിനനുസരിച്ച് അന്തർദാഹമായിരിക്കും ഈറ്റക്ക്. വെള്ളോന്ന് വെള്ളം കുടിക്കും, ഒടുക്കാത്ത തീറ്റയായിരിക്കും. ഈ തീറ്റയുടെ രീതി നോക്കിയാലും നിങ്ങൾക്ക് മനസ്സിലാവും. പറഞ്ഞ മനസ്സിലായില്ലേ? ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യങ്ങൾ ചെയ്യേണ്ടതെന്ന് അറിയോ? ഈറ്റകൾ സ്കൂൾ വിട്ട് വീട്ടിലേക്ക് വരുമ്പോ വരാന്തയിലാണ് നൊപ്പിക്കണം ഈറ്റകള. എന്നിട്ട് ആ കുട്ടീനെ മദ്രസ പഠനം തൊട്ട് 18 വയസ്സ് വരെയുള്ള കുട്ടികളെ ആടെ നൊപ്പിച്ചിട്ട് ഈറ്റകൾ വീട്ടിലേക്ക് കയറി വരുമ്പോ നിങ്ങൾ ഈറ്റകളെ കെട്ടിപ്പിടിക്കണം. കെട്ടിപ്പിടിച്ചിട്ട് ഒരു 5-6 ഉമ്മ അങ്ങ് കൊടുത്തേക്കണം. ഉമ്മ 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 ഉമ്മ, ഇങ്ങനൊരു ഉമ്മ. എന്തിനായി ഉമ്മ? പറഞ്ഞോളി. നിങ്ങൾ കൊടുത്തിക്കൊന്നുമില്ല ഇതുവരെ. അതിന് അങ്ങോട്ടല്ല കോന്തപ്പം കൊടുത്തിട്ട് ഈറ്റകൾ അങ്ങ് കൂട്ടിക്കൊണ്ടുവന്നത്. ഇതെന്തിനാ കൊടുക്കുന്നതെന്നറിയോ? നിങ്ങളെ മക്കളുടെ വായയിൽ നിന്ന് ഏതെങ്കിലും ബബിൾഗത്തിന്റെ മണം വരുന്നുണ്ടോ നിങ്ങൾ അറിയണം. ഏതെങ്കിലും രാസവസ്തുക്കളുടെ ഗന്ധം നിങ്ങളെ മക്കളുടെ മണമല്ലാത്ത അങ്ങോട്ടല്ല കോന്തപ്പന്റെ അത്തറിന്റെ മണം, അങ്ങോട്ടല്ല കോന്തപ്പീന്റെ പിന്നെ പൗഡറിന്റെ മണം, അങ്ങനെ നിങ്ങളെ മുഖത്ത് നിങ്ങളെ മക്കളുടേതല്ലാത്ത എന്തെങ്കിലും മണമുണ്ട് എങ്കിൽ തിരിച്ചറിയുന്നൊരു ഉമ്മയായിട്ട് നിങ്ങൾ മാറിയാലില്ലേ, ഒരു ബാപ്പയായിട്ട് നിങ്ങൾ മാറിയാൽ നിങ്ങളെ മക്കളെ നിങ്ങൾ ഒരിക്കലും നിങ്ങൾക്ക് ലോകത്ത് ആ മക്കൾ ചതിക്കപ്പെടില്ല. നിങ്ങളെ മക്കൾ പറയണം, എൻ്റെ മോനെ ഇതൊന്നും തിന്നിട്ടങ്ങ് പോയിക്കൂടെ, അതിൻ്റെ ഒരു പിടുത്തുണ്ട്, പിടുത്തത്തിൽ തിരിഞ്ഞാലില്ലേ തീർന്ന് കഥ. അതാണ് പേടി, അതാണ് ഭയം. ആ ഭയമാണ് നമ്മളെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നത്. ശരിയാണോ തെറ്റാണോ? അല്ലാണ്ട് എൻ്റെ തങ്കു എന്നെ പറ്റിക്കൂല, ആ ഇറച്ചീൻ്റെ നടുക്കഷ്ണെല്ലാം ഞാൻ ഓനാ കൊടുത്തതെന്ന് പറഞ്ഞു ഉദ്ധരിക്കൊന്നും വേണ്ട. ഈറ്റകൾ നമ്മളെ പറ്റിക്കും, ഈറ്റകൾ തിന്നുകയും ചെയ്യും. പറഞ്ഞ മനസ്സിലായല്ലോ? രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, സ്കൂളിൽ നിന്ന് വരുന്ന ബാഗ് അന്നേരം തന്നെ മുട്ടിയിട്ട് എല്ലാം പുറത്തിട്ടിട്ട് എല്ലാം ഒന്നും കൂടി ഉള്ളിലിടുക. നിങ്ങൾ കൊടുക്കാത്ത മുട്ടായി, നിങ്ങൾ കൊടുക്കാത്ത എന്തെങ്കിലും സമ്മാനം, എന്തെങ്കിലും പെൻസിൽ, എന്തെങ്കിലും കോമ്പസ്, എന്തെങ്കിലും കട്ടർ, എന്തെങ്കിലും ഒരു സാധനം അതിൻ്റെ ഉള്ളിൽ ഉണ്ട് എങ്കിൽ ചോദ്യം ചെയ്യണം. ഇത് മാത്രം നിങ്ങൾ ചെയ്യണ്ടു. എൻ്റെ 92 വയസ്സുള്ള എൻ്റെ അമ്മക്കാണ് ഈ 2 ഡ്യൂട്ടിയും. അമ്മ മനോഹരമായിട്ട് അത് ചെയ്യുന്നുണ്ട്. പക്ഷേ അന്തം വിട്ട ചെക്കനില്ലേ, ഭയങ്കര താനാ. ഓനെപ്പോൾ ഉമ്മ കൊടുത്തിട്ടേ കയറ്റു, റെഡിയാണ്. ഞാൻ ഒരു ദിവസം ഞാൻ മേലെയുള്ള അമ്മ കണ്ടില്ല. അമ്മ ഉമ്മയെല്ലാം കൊടുത്ത് ഒന്നുമില്ല. ബുക്ക് പരിശോധിക്കാൻ വേണ്ടി ബാഗ് എടുത്തപ്പോ ഈ ചെക്കൻ അമ്മേനെ കെട്ടിപ്പിടിച്ചിട്ട് ഒറ്റ പറയല, അച്ഛമ്മ, അച്ഛമ്മക്കെന്നെ വിശ്വാസമില്ല അല്ലേ, ഹോയ് ഹോയ്. കരഞ്ഞപ്പോ 92 പറഞ്ഞ്, എനക്കിന്നെ നല്ല വിശ്വാസമുണ്ട്, ആ പൊട്ടൻ അച്ഛനാ ഇതിനെല്ലാം കാരണം. ഞാൻ ഓടി വന്നിട്ട് പറഞ്ഞു, അമ്മ ബാഗ് പരിശോധിക്ക്. അമ്മ പറഞ്ഞാൽ 6 പോറ്റിയല്ല ഞാൻ, പിന്നെ നീനെന്തിനാ ഇനി വിശ്വസിക്കാതിരിക്കുന്നത്? ഓ നല്ല തങ്കുവല്ലേ. ഞാൻ പറഞ്ഞ തങ്കുവിന്റെ ബാഗ് എടുത്ത് പരിശോധിക്കുക എന്ന് പറഞ്ഞാല് നിങ്ങൾക്ക് ഓനെന്താ, തങ്കുവിനെന്താ പ്രശ്നം? ബാഗ് എടുക്കുന്നത്, ബുക്ക് പുറത്തിടുന്നു, നിങ്ങൾ എന്നെ ഉള്ളിലിടുന്നത്, അതിനെന്താ പ്രശ്നം? അത് ശരിയാണല്ലോ, പ്രശ്നമൊന്നുമില്ലല്ലോ. പിന്നെ അതിനല്ലേ പ്രശ്നമില്ലാത്തതല്ലേ ഞാൻ പറഞ്ഞത്. അങ്ങനെ ബാഗ് എടുത്ത് പരിശോധിച്ചു മുമ്പില്ലേ, അതിൽ 2 ബബിൾ ഗം, എവിടെയും കാണാത്ത 2 ബബിൾ ഗം. ഒന്നും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയില്ല, ഒരൊറ്റ അങ്ങ് കൊടുത്തിട്ടേ. ഓനും തിരിഞ്ഞിക്ക് എന്തിനാ കിട്ടിയെന്ന്, അമ്മക്കും തിരിഞ്ഞിക്ക് എനക്കും തിരിഞ്ഞിക്ക്. ഞാൻ ഇറങ്ങി അങ്ങ് പോയി. പിറ്റേ ദിവസം ഞാൻ എൻ്റെ കൂട്ടുകാരോട് പറഞ്ഞ്, ഇനി റോഡുമ്മ കൂടി പോകുമ്പോൾ 2 ബബിൾഗം കൊടുക്കണം. അങ്ങനെ എൻ്റെ കൂട്ടുകാരനോട് 2 ബബിൾഗം കൊടുത്തപ്പോൾ അവൻ കൈ ഇങ്ങനെ നീട്ടീന് പോലും പെട്ടെന്ന് പറഞ്ഞു, വേണ്ട വേണ്ട അങ്കിൾ, പ്ലീസ് പ്ലീസ്. എന്താ അതിൻ്റെ അർത്ഥം? എന്താ, കിട്ടേണ്ട സാധനം അങ്ങ് കിട്ടിയപ്പോൾ ഒന്ന് ഈ ബബിൾഗം കാണുമ്പോൾ ഇത് ഓർമ്മ വന്നു. അതാ പോലും ഇങ്ങനെ ഒരാക്കൽ. പക്ഷെ എൻ്റെ ഭാര്യയ്ക്ക് ഒരു തകരാറെന്താണെന്നറിയോ? ഭാര്യ എന്തിനാ കുട്ടീനെ അടിക്കുന്നതെന്ന് ഭാര്യയ്ക്ക് ഇതുവരെ തിരിഞ്ഞിക്കില്ല.
എന്തിനല്ലോ അടിക്കും, എന്നോടുള്ള ദേഷ്യവും അങ്ങോട്ടല്ലോ ഓള് സാരി വാങ്ങിയാലല്ലോ എൻ്റെ മോക്ക അടി. ഞാൻ മോളോട് ചോദിക്കാറുണ്ട് ഇപ്പം എന്തിനാ കിട്ടിയേ? അതുകൊണ്ട് തന്നെയാണ് മക്കൾ തലതിരിഞ്ഞു പോകുന്നത്. അടിക്കരുത് എന്നാണ് എൻ്റെ ആഗ്രഹം. അടിക്കുന്നുണ്ടെങ്കിൽ ന്യായവാദങ്ങളോടുകൂടി ഒന്നും പറയാണ്ട് കിട്ടണമായിട്ട്. അതുകൊണ്ട് സൂക്ഷിക്കണം. അപ്പം നമുക്ക് ഈ ലോകത്ത് മൊബൈൽ ഫോണും ഒരു ഭയങ്കര ലഹരിയാണ്. നിങ്ങളെ മക്കൾക്ക് എന്തെങ്കിലും പെരാന്തുണ്ടോ എന്ന് നോക്കണമെങ്കിൽ നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം, മക്കൾ മൊബൈൽ ഫോണും കൊണ്ട് ബെഡ്റൂമിലേക്ക് പോയിട്ട് വെറുതെ ഇരിക്കുന്നുണ്ടോ എന്ന് നോക്കുക. അതാണ് ഈ ഭ്രാന്തിൻ്റെ ഒന്നാമത്തെ ലക്ഷണം. 2 മക്കളുടെ കയ്യിൽ നിന്ന് വാട്സപ്പ് മൊബൈൽ ഫോൺ പിടിച്ചേറ്റ് ഓടും. മക്കൾ ഒരു ഭ്രാന്തീനെ പോലെ പുറകെ ഓടി വരുന്നുണ്ടെങ്കിൽ അതിന് മൂത്ത പെരാന്താണ്. ബാപ്പക്ക് വരാന്നുണ്ടോന്ന് നോക്കിക്കോളി. ഫോൺ കീശയിൽ വെച്ചിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ ബാപ്പ ഇടക്കിടക്ക് ഇങ്ങനെ എടുത്തു നോക്കുക. മിസ് കോൾ വന്നോ? ഇല്ല. മെസ്സേജ് വന്നോ? ഇല്ല. എന്തെങ്കിലും വന്നോ? ഇല്ല. ഇതെന്താ ഒന്നും വരാത്തേന്ന് ചോദിച്ചിട്ട് റീസ്റ്റാർട്ട് ചെയ്യുന്ന കുലുക്കുന്ന ഫ്ലൈറ്റ് മോഡിലിട്ട് ഓണാക്കുന്നുണ്ടെങ്കിൽ ബാപ്പക്കും പെരാന്താണ്. സ്റ്റാറ്റസ് ഇങ്ങനെ ഇട്ടിട്ട് സ്റ്റാറ്റസ് ഇടക്കിടക്ക് ഇങ്ങനെ നോക്കുക. സ്റ്റാറ്റസ് നോക്കുമ്പോൾ സ്റ്റാറ്റസ് നോക്കിയ ആളിൻ്റെ എണ്ണ ഇങ്ങനെ കൂടുന്നുണ്ട്. അതിനനുസരിച്ച് സന്തോഷം ഇങ്ങനെ ഉണ്ടാകുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മൂത്ത പെരാന്താണ്. അതുകൊണ്ട് സൂക്ഷിച്ചോ. മക്കളെ ബെഡ്റൂമിലേക്ക് മൊബൈൽ ഫോൺ കൊടുത്ത് വിടരുത്. മൊബൈൽ ഫോൺ വിളിക്കേണ്ട ഉപകരണമാണ്. അത് പൊതുസ്ഥലത്ത് വെച്ച് വിളിക്കട്ടെ, ഉപയോഗിക്കേണ്ടെന്നൊന്നും നിങ്ങൾ പറയണ്ട. അതിനെക്കുറിച്ച് നമുക്ക് വീണ്ടും വേറെ ഏതെങ്കിലും അവസരത്തിൽ ചർച്ച ചെയ്യാം. എൻ്റെ വീട്ടിലൊക്കെ മൊബൈൽ ഫോൺ ബെഡ്റൂമിലേക്ക് കൊണ്ടുപോകാനേ സമ്മതിക്കില്ല. ബെഡ്റൂം ഉറങ്ങേണ്ട സ്ഥലമാണ്, സംസാരിക്കേണ്ട സ്ഥലമാണ്. നമ്മളെല്ലാം ഒന്നിച്ച് തന്നെയാണ് കിടക്കുന്നതും ഒന്നിച്ച് തന്നെയാണ് സംസാരിക്കുന്നതും. നിങ്ങളെ മക്കളോട് നിങ്ങൾ സംസാരിച്ചിട്ടില്ല എങ്കിൽ നിങ്ങളെ മക്കളോട് സംസാരിക്കാൻ വേറെ ആളുണ്ട് എന്നുള്ള ബോധം. നിങ്ങളെ മക്കൾക്ക് നിങ്ങൾ ഉമ്മ കൊടുത്തിട്ടില്ല എങ്കിൽ ആ ഉമ്മ കൊടുക്കാൻ എന്നെ പോലത്തെ കോന്തപ്പന്മാർ റോഡുമ്മലുണ്ട് എന്നുള്ള ബോധം. അപ്പം നിങ്ങളേക്ക് ഇതെല്ലാം എന്നോട് എന്തിനാ പറയുന്നത്? ഞാനെല്ലാം വയസ്സായില്ലേ? വയസ്സായി എന്ന് പറഞ്ഞിട്ടൊന്നും എനിക്ക് മാറി നിൽക്കാൻ പറ്റില്ല. വടകരയിൽ നിന്ന് കഴിഞ്ഞ ദിവസം ഒളിച്ചോടി അമ്മയുടെ പ്രായം 83 വയസ്സ്. കൂട്ടിക്കൊണ്ടുപോയ കോന്തപ്പൻ്റെ പ്രായം 85 വയസ്സ്. ആ പറശ്ശിനി കടവുന്ന കൂട്ടിക്കൊണ്ടുപോകും. അതിന് ശേഷം എനിക്ക് ബേജാറാ. എൻ്റെ അമ്മക്ക് 92. നോക്കുമ്പോൾ അമ്മക്കുണ്ട് എന്തെല്ലോ ഒരു തരികയുടെ ഫോണെല്ലാം വരുമ്പോൾ എന്തെല്ലോ ഒരു കളി എന്തെല്ലാം എന്ന് എനിക്ക് മനസ്സിലായിക്കില്ല. അതുകൊണ്ട് എനിക്ക് ടെൻഷൻ ഉണ്ട്, നിങ്ങൾക്ക് ടെൻഷൻ ഇല്ല. അതാണ് നിങ്ങളും ഞാനും തമ്മിലുള്ള വ്യത്യാസം. ഇനി നിങ്ങൾക്ക് ഫോൺ വരുമ്പോൾ തന്നെ ഞാൻ പറഞ്ഞു തരുമല്ലോ ആരാ വിളിച്ചത്, നിങ്ങളെ ഭർത്താവാ വിളിച്ചെങ്കിൽ ഇപ്പം പറയും ഇങ്ങനെ. അതുകൊണ്ട് ഇതൊന്നും വേണ്ട. എല്ലാവരും വളരെ മനോഹരമായിട്ട് ചർച്ച ചെയ്യാനും സംസാരിക്കാനും ഉള്ള വേദി നമുക്ക് തന്ന സമയം നമ്മൾ അവസാനിച്ച് നമുക്ക് എന്തായാലും ഇവിടെ നിർത്താം. അപ്പം ഞാൻ തന്ന നമ്പർ ഓർമ്മിക്കണം. നിങ്ങൾ യോദ്ധാക്കളാണ്. ഇന്ന് മുതൽ ആർക്കും യോദ്ധാവിൽ നിന്ന് മാറി നിൽക്കാൻ കഴിയില്ല. നിങ്ങളെ വീട്ടിൽ ഇല്ല എന്നൊന്നും നിങ്ങൾ വിചാരിക്കരുത്. നിങ്ങളെ വീട്ടിൽ ഉണ്ട് സാധനം എന്നുള്ള വിശ്വാസത്തോടു കൂടി മക്കളെ നെഞ്ചോട് ചേർത്ത് പിടിക്കാൻ. ഈറ്റകൾ ഉറങ്ങാത്ത സമയത്ത് ഈറ്റകൾ ഞാൻ പറഞ്ഞില്ല 10 മണിക്ക് ഉറങ്ങൂല എന്ന് പറഞ്ഞില്ലേ? അപ്പോൾ ഈറ്റകൾ പറയുന്ന ഒരു തന്ത്രമുണ്ട്. ഉമ്മ എനിക്ക് പഠിക്കുവാനുണ്ട്, എനിക്ക് നിങ്ങൾ അന്നേരത്ത് തൻ്റെ ഇടമുള്ള ഉമ്മയായിട്ട് പറയണം, ഇപ്പോൾ ഉറങ്ങ്, 4 മണിക്ക് സുബഹിന് എണീറ്റ് പഠിച്ചോളി. അങ്ങനെ മക്കൾക്ക് അപ്പുറത്തേക്ക് വളരാൻ നാട്ടിലുള്ള രക്ഷാകർത്താക്കളെ നിങ്ങൾ മാറണം. നിങ്ങൾ കൊടുത്ത പൈസേൻ്റെ രാവിലത്തെ കണക്ക് വൈകുന്നേരം നിങ്ങൾക്ക് കിട്ടണം. 100 രൂപ കൊടുത്തു നിങ്ങൾ, പക്ഷെ 100 രൂപയുടെ എല്ലാം ചെലവാക്കിയെന്ന് ഉമ്മക്കറിയാനുള്ള അവകാശമുണ്ട്, ബാപ്പക്കറിയാനുള്ള അവകാശമുണ്ട് എന്ന് ബോധ്യപ്പെടുത്തിക്കൊണ്ട് മക്കളോട് ചേർന്ന് നിൽക്കുക. പറഞ്ഞു മനസ്സിലായല്ലോ? ഇനി നിങ്ങളെ മക്കൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങളും അഭിമാനമൊന്നും വിചാരിച്ചിട്ട് ഡോക്ടറെ അടുത്തും കൗൺസിലറുടെ അടുത്തൊന്നും പോകാതിരിക്കരുത്. ഞാൻ പറഞ്ഞല്ലോ, ഇതാണ് സ്വഭാവത്തിലുള്ള വൈകൃതി. ഇതാണ് പൈസക്ക് ചോദിക്കുമ്പോൾ കൊടുത്തിട്ടില്ലെങ്കിൽ ഈറ്റകൾ പൊട്ടിത്തെറിക്കുക, അതിനെയും മൃഗീയമായിട്ട് ഉപദ്രവിക്കുക, എല്ലാം എടുത്ത് പൊട്ടിക്കുക, എടുത്ത് ചാടുക, ദേഷ്യം പിടിക്കുക, പരീക്ഷയിൽ ഒന്നുകിൽ നല്ല മാർക്ക് വാങ്ങുക, അല്ലെങ്കിൽ താഴേക്ക് ഇറങ്ങി വരിക, കല്യാണത്തിനും ഇങ്ങനത്തെ പരിപാടിക്കൊന്നും വരാണ്ട് വീട്ടിൽ തന്നെ അടങ്ങി ഒതുങ്ങിയിരിക്കുക, രാത്രി കുറേ സമയം ഉറങ്ങുക, പോത്തിനെ പോലെ രാവിലെ കടന്ന് ഉറങ്ങുക. അതൊക്കെയാണ് ഇതിൻ്റെ ലക്ഷണം. അങ്ങനെ എന്തെങ്കിലും ഉണ്ട് എങ്കിൽ നിങ്ങൾക്ക് കൗൺസിലർമാരെ കാണണം എന്നാണ് പറയുന്നത്. കൗൺസിലർമാരെ കാണാൻ മടിയുണ്ടെങ്കിൽ പോലീസ് അതിനും ഒരു നമ്പർ തന്നിട്ടുണ്ട്. 94 97 900 200 എന്ന് പറയുന്ന പോലീസിൻ്റെ ചിരി എന്ന് പറയുന്ന നമ്പറിലേക്ക് മക്കളുടെ പ്രശ്നങ്ങളെല്ലാം ചർച്ച ചെയ്യുക. ചിരിയിൽ കേരളത്തിലെ ഏറ്റവും മികച്ച മാനസികാരോഗ്യ വിദഗ്ധരുണ്ട്, ഏറ്റവും മികച്ച കൗൺസിലർമാരുണ്ട്, ഏറ്റവും മികച്ച സൈക്യാട്രിസ്റ്റുകളുണ്ട്. നിങ്ങളെ മക്കളെ എന്ത് ചെയ്യണമെന്ന് ആ നമ്പറിൽ വിളിച്ചാൽ ഒരു പറഞ്ഞു തരും. നമ്പർ ഓർമ്മ ഉണ്ടല്ലോ? 94 97 900 200 99 95 96 6666. ഇനി എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും 112 എന്ന് പറഞ്ഞ നമ്പറിൽ വിളിക്കുക. ഞാൻ ആ നമ്പറിലാണ് വർക്ക് ചെയ്യുന്നത്. നിങ്ങളെ സഹായത്തിന് പോലീസ് ഓടിയെത്തും. 112 എന്താവശ്യത്തിനും വിളിച്ചോളി. എന്താവശ്യത്തിനും വിളിച്ചോളി എന്ന് പറഞ്ഞാൽ വൈകുന്നേരം ഷവർമ വാങ്ങി തരണമെന്ന് പറഞ്ഞാൽ വിളിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പിന്നെയും കൊള്ളുന്നത്. നിങ്ങൾ ബാക്കി നിയമവിരുദ്ധ എന്ത് പ്രശ്നങ്ങൾക്കും വിളിച്ചാൽ പോലീസ് എത്തും. സ്ത്രീകൾ നിർഭയം എന്ന് പറയുന്ന പ്ലേ സ്റ്റോറിൽ നിന്നുള്ള ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക. എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഒന്ന് ഞെക്കിയാൽ
പോലീസ് കുതിച്ചെത്തുന്നത് നിങ്ങൾക്ക് അനുഭവത്തിലൂടെ കാണാൻ പറ്റും. ആ പോലീസിനെയാണ് ഭീകരരെന്നും വല്ലാത്ത കള്ളന്മാരെന്നൊക്കെ വിളിച്ചിട്ട് നിങ്ങൾ ആക്ഷേപിക്കുന്നതെങ്കിൽ അത് നിയമത്തോടുള്ള വെല്ലുവിളിയാണ്. പോലീസ് തെറ്റ് ചെയ്താൽ പോലീസ് ശിക്ഷിക്കപ്പെടട്ടെ, എല്ലാവരും ശാസിക്കപ്പെട്ടെ. എന്തായാലും എനിക്കിങ്ങനെ ഒരു അവസരം തന്ന ഇതിന്റെ സംഘാടകരോട്, ഇത്രയേറെ മഹത്തായ ഒരു പരിപാടിയിൽ 2 വാക്ക് സംസാരിക്കാൻ കിട്ടിയ എല്ലാ ഈ ഒരു എന്താ പറയുക കിട്ടിയതിന് സംഘാടകരോട് നന്ദി. അതിനപ്പുറത്തേക്ക് എന്നെ ഇത്ര നേരം ശ്രവിച്ച നട്ടലുണ്ട് എന്ന് ഞാൻ കരുതുന്ന, കണ്ണിലേക്ക് നോക്കിയിരിക്കാൻ കഴിയുന്ന, മക്കളോട് സംസാരിക്കാൻ കഴിയുന്ന, കൂടുമ്പോൾ ഇമ്പമുള്ള കുടുംബത്തിൽ അച്ഛനും ബാപ്പയും ഉമ്മയും മക്കളും ഒന്നിച്ചൊന്നായി ഈ നാടിന്റെ മണ്ണിലൂടെ നടക്കുവാൻ കഴിയുന്ന രക്ഷാകർത്താക്കളായും മക്കളായും മാറാൻ നിങ്ങൾക്ക് കഴിയുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഞാൻ നിങ്ങൾക്ക് തന്ന 4 നമ്പർ ഓർമ്മയുണ്ടോ? ആ 4 നമ്പർ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു പെരാന്തുമില്ല, പ്രണയവും ഇല്ല, ലഹരിയും ഇല്ല, ഒന്നുമില്ല. ആ 4 നമ്പറിൽ പകുതി നമ്പറേ നിങ്ങൾക്ക് ഓർമ്മയുള്ളൂ എങ്കിൽ നിങ്ങൾക്ക് പകുതി പെരാന്താണ്, പകുതി എന്തെല്ലോ ഉണ്ട് താനും. ഇനി ഒരു നമ്പർ ഓർമ്മയില്ല എങ്കിൽ എൻ്റെ കരുനാവായതുകൊണ്ട് ഞാൻ ഒന്നും പറയുന്നില്ല. എല്ലാ തലച്ചോറും സമൃദ്ധമാവട്ടെ, എല്ലാ നട്ടലിലും നിവർന്നു നിൽക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു.